എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നലെ മുതൽ ഞാൻ ഇഷിതയുടെയും മഹേഷിന്റെയും ഒക്കെ പ്രൊമോ വിശേഷങ്ങളും ഫുൾ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിത സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോൾ ഇഷിതയുടെ അരികിലേക്ക് വരികയാണ്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, ഫ്രണ്ട് എന്തിനാ സങ്കടപ്പെടുന്നേ? ഫ്രണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അതെ, വീട്ടിലാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാ ഫ്രണ്ടിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഫ്രണ്ട് ഭയങ്കരയാന്നൊക്കെ പറയണേ. എന്നെ ആണെങ്കിൽ ഇനി ഫ്രണ്ടിന്റെ അടുത്തേക്ക് വിടത്ത പോലുമില്ല. എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയണം. മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? മോൾക്ക് എപ്പോ ഫ്രണ്ടിനെ കാണാൻ തോന്നിയാലും ഇങ്ങോട്ട് വന്നാ മതി. പക്ഷെ വിടത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ അവരാരും കാണാതെ ഒളിച്ചാ വന്നേ. ഇപ്പൊ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. ഡാഡിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാന്ന് പറയാണ് ഫ്രണ്ടിനോട്. അതെ, സാരമൊന്നുമില്ല കേട്ടോ. അല്ല, ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ കുഴപ്പമുണ്ടായത്? ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്റെ ഡാഡി സൂപ്പർ ഡാഡി ആവുന്നാ ഞാൻ പറഞ്ഞേ. പക്ഷെ എന്റെ ഡാഡിക്കാണെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര സങ്കടം. എന്താ ഫ്രണ്ടേ, എന്താ സംഭവിച്ചേ? എല്ലാരും എന്തിനാ ഫ്രണ്ടിനെ ഇങ്ങനെ ചീത്ത പറയണെന്ന് നിൽക്കുക? അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഫ്രണ്ടിനെ ചീത്ത പറഞ്ഞോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ അടുത്ത് എന്റെ ചിപ്പിമോൾ ഇങ്ങനെ വന്നാ മതി എന്ന് പറയാം. ഞാൻ വന്നോളാം. പക്ഷെ എന്റെ ഫ്രണ്ട് സങ്കടപ്പെടല്ല. എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നതെന്ന് പറയാണ്. പിന്നീട് ചിപ്പിമോൾ അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോഴാണ് തന്റെ ഡാഡിയുടെ പെയിന്റിങ്ങില് അങ്ങനെ മൊത്തം കുത്തി വരച്ചു വെച്ചിരിക്കുന്നത്. കുറെ പെയിന്റ് ഒഴിച്ചു വെച്ചേക്കുന്നത്. അയ്യോ, ഇതെന്താ ഫ്രണ്ട്, ഇതെന്ത് പറ്റി? എന്റെ ഡാഡിയുടെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല ഇഷതിക്ക്. അല്ല, അത് പിന്നെ അല്ല, ഫ്രണ്ടാണോ ഇങ്ങനെ ചെയ്ത, അത് വേറെ ആരെങ്കിലും ആണോ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം. ഒരു പക്ഷേങ്കില് സുചിത്ര ആന്റി ആയിരിക്കും ഇങ്ങനെ ചെയ്തല്ലേ. സുചിത്ര ആന്റിക്ക് അതെ എന്റെ ഡാഡിന് ഇഷ്ടമില്ലാന്ന് തോന്നേ. ഒരു പക്ഷെ സുചിത്ര ആന്റി ആയിരിക്കും ചെയ്തല്ലേന്ന് ചോദിക്കാം. ഇഷതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ താൻ അങ്ങനെ ചെയ്തെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, മോളിപ്പൊ പൊക്കോ. മോളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഡാഡി വഴക്ക് പറഞ്ഞാലോ. ശരിയാ, മോള് പോയേക്കുവാ. അല്ലെങ്കിൽ ചിലപ്പോ അച്ഛമ്മയും വഴക്ക് പറയും. ആരും കാണാതെ വന്നേ, ഞാൻ ഇടയ്ക്ക് ആരും കാണാതെ വരാട്ടോ. എനിക്ക് ഫ്രണ്ടിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഫ്രണ്ടിനെ ആര് ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേങ്കില് എനിക്ക് എന്റെ ഫ്രണ്ടിനെ അത്രയ്ക്ക് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട് ഇഷതയ്ക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ട് ചിപ്പി അങ്ങോട്ട് പോവാണ്. ഇഷതയ്ക്ക് എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. ഇഷത ഇങ്ങനെ മനസ്സിലോർത്തു, എന്താ അവളെ കാണാതിരുന്ന് കഴിയുമ്പത്തേനും തന്റെ നെഞ്ചു തുടിക്കുന്നത് എന്തുകൊണ്ടാ? തന്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങല് തോന്നുന്നുണ്ട് അവളെ കാണാതിരിക്കുമ്പത്തേനും. എന്താന്ന് അറിയത്തില്ല. അവളെ കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം. എന്താന്ന് പോലും അറിയത്തില്ല. ഇതുവരെ ഇതുപോലെ ഒരു കുഞ്ഞിനോട് തനിക്കൊരു അടുപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകുന്നത്. പിന്നീട് രചനയെ ആകാശോടെ ക്യാരൻസ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് ചോദിച്ചു, എന്താടോ തന്റെ മുഖത്തൊരു മ്ലാനത എന്താ നിൽക്കും? ഒന്നുമില്ലാന്ന് പറയണ. സന്തോഷിക്കേണ്ട സമയമല്ലേ നമ്മളിത്? നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട സമയമല്ലേ? ഒന്നുമല്ലേലും തന്റെ ആദ്യ ഭർത്താവിന്റെ 8ന്റെ പണി കൊടുത്ത ദിവസമല്ലേ നിൽക്കും. ഈ സമയം രചന മനസ്സിലിങ്ങനെ ആലോചിക്കുക, എങ്ങനെ എന്ത് പണി കൊടുത്തു തരാനും കുഴപ്പമില്ല. തനിക്ക് തന്റെ മോളെ സ്വന്തമാക്കണം, ചിപ്പി മോളെ. ഇനിയും തനിക്ക് അവളെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല. അന്ന് ആ ഒരു സന്ദർഭത്തിൽ ഇറങ്ങി പോരേണ്ട വന്നു. പക്ഷെ ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്നോറും മോളെ കുറിച്ചുള്ള ചിന്തകൾ കൂടിക്കൂടി വരിക. അത് മാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്ന് തനിക്ക് തന്റെ മോളെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്ത് നാടകം വേണം കളിക്കാൻ തയ്യാറായിട്ടാ താൻ നിൽക്കുന്നത്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ താൻ വിഷമിക്കൊന്നും വേണ്ട. തന്റെ മനസ്സിലെ മോഹം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. എന്താ എന്ന് ചോദിക്കാണ്. അല്ല, താൻ തന്റെ മോളെ കുറിച്ചല്ലേ ആലോചിച്ച് നിൽക്കും. ഇത് കേട്ട് രചന മനസ്സിലോർത്തു, എത്ര പെട്ടെന്ന് ആകാശ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു. അത് ശരിയാ, ആകാശം പറഞ്ഞ് 100% ശരിയാ. ഞാൻ എന്റെ ചിപ്പി മോളെ കുറിച്ച് ആലോചിച്ചെന്ന് പറയണം. അതെ, മോളെയൊക്കെ തിരികെ കിട്ടും അറിയാലോ. പക്ഷെങ്കിൽ അവനിട്ട് ഒരു പണിയും കൂടെ കൊടുക്കണം. ആ മഹേഷിനിട്ട് ഈ പണിയും കൊണ്ടൊന്നും ആയില്ലെന്ന് പറയണം. അവന് എല്ലാവരുടെ മുന്നും ഒന്നുകൂടെ നാണം കെടുത്തണം. അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിനിയിപ്പോ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. അവൻ എല്ലാവരുടെ മുന്നേ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ അവന്റെ ബിസിനസ് ഒക്കെ തകർന്ന് തരിപ്പണായി പോകുന്ന പറയാം. ഇത് കേട്ടൻ രചന പറയും, അതിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ ഞാൻ കൂടെ നിന്നോളാന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാര്യമുണ്ട്, ചിപ്പിമോളെയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും എന്നെ മറന്നു പോയേക്കലെന്ന് പറയണം. പിന്നെ അങ്ങനെ ആകാശിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. അല്ല, ഞാൻ അറിയാലോ, ഇനിയിപ്പൊ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴും സ്വഭാവം മാറാൻ പോകുന്നു പറയുന്നതെന്ന് പറ്റത്തില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രചന പറഞ്ഞതേ, അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. എന്റെ മനസ്സിൽ എപ്പോഴും ആകാശം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആകാശനായിരിക്കും എന്റെ മനസ്സിൽ എപ്പോഴും സ്ഥാനം എന്ന് പറയണം. പെട്ടെന്ന് ആകാശത്ത്, അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയി, മൃണാളിനെ ഒന്ന് വിളിക്കാൻ മറന്നുപോയെന്ന് പറയണം. എന്താ ആകാശം, എന്ത് പറ്റി? കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയാണ്. പിന്നീട് ആകാശം മൃണാളിനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് അവളെ വിളിക്കുകയാണ്. എന്താ ആകാശം, എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ല,
അവനിട്ട് ഒരു പണിയും കൂടെ നമുക്കിട്ട് കൊടുക്കണ്ടേന്ന് ചോദിക്കണം. അല്ല എന്താ ആകാശിന്റെ മനസ്സിൽ? അവന് പുറത്തിറങ്ങാത്ത വിധം അവനിട്ടൊരു പണി കൊടുക്കണം. എന്ത് വേണമെന്ന് മൃളാളിനി തീരുമാനിച്ചാൽ മാത്രം മതി എന്നോട്. ഞാനൊന്ന് ആലോചിച്ചിട്ട് ആകാശിനെ വിളിക്കാന്ന് പറയാണ്. ആ സമയത്ത് മഹേഷ് ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് മഹേഷിന്റെ അടുത്ത് വിവേക് വരുന്നത്. വിവേക് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നു. ഏട്ടൻ എന്തിനാ സങ്കടപ്പെടുന്നേ? ഏട്ടൻ അത്രമാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ വിഷമിക്കണം നിൽക്കും. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അതൊക്കെ പോട്ടേന്ന് വെക്ക്. ഒരു പക്ഷേങ്കില് എല്ലാം നല്ലതിനാന്ന് കരുതിയാൽ മതി. പക്ഷെ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഇഷിത ഡോക്ടർ അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇതിനകത്ത് എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടാന്ന് പറയണം. എന്ത് ചതി? എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ചാനലുകാരുടെ എന്തെങ്കിലും ചതിയാണോ? ഒരു പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇഷിത ഡോക്ടർ കയറി വന്നിട്ട് അങ്ങനെ പറയണമെങ്കിൽ അവരെ ആരെങ്കിലും എരിപൊരി കയറ്റി വിട്ടാണോന്ന് അറിയത്തില്ലോ. വെറുതെ ഡോക്ടറെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. നീ എന്ത് പറഞ്ഞാലും അവർക്കല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ ചോദിക്കണം. അതല്ല ഏട്ടാ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ ചിപ്പിമോളെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സ്നേഹമല്ലേ. സ്നേഹമാണ് പോലും. അതൊക്കെ വെറും അവളുടെ അഭിനയം മാത്രമാടാ. വെറുതെ നമ്മുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ സത്യത്തിൽ അവളോട് ക്ഷമ ചോദിക്കാന്, പൊതുസമൂഹത്തിന് മുന്നിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂവിന് പോയത് തന്നെ. പക്ഷേങ്കിൽ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന പോലും ഞാൻ കരുതിയില്ല. ഞാൻ രചനയെ കുറിച്ച് അവിടെ പറഞ്ഞ് ആ സമയത്ത് അവള് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുമായിരുന്നു പറയും. ഇനിയിപ്പോ വേറെന്തെങ്കിലും കാരണം കാണുമായിരിക്കോ? എന്ത് കാരണം? ഞാൻ എന്നെ അവളോട് വേറെ തെറ്റും ചെയ്തിട്ടില്ല. ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ദേ അവരെ അവരുടെ അച്ഛനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതല്ലേ. അപ്പൊ അതിന്റെ ദേഷ്യം അവർ തീർത്താണോ? എന്നാൽ അവർക്ക് നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? പക്ഷേങ്കില് നേരിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അങ്ങനെ ഒരു ചാനൽ ഇന്റർവ്യൂ പോയിട്ട് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കണമെങ്കിൽ അവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മിക്കവാറും ആ രചനയുടെ ആകാശിനോട് കളിയായിരിക്കും. ആ ഇഷിത ഡോക്ടർ അവരോടൊപ്പം ചേർന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടത് വിവേക് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറയണം. ആ സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നിട്ട്, അതെ നീ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. നിന്റെ ഏട്ടൻ ഇപ്പൊ കണ്ടില്ലേ കണ്ണ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. ഒരു പെറ്റമ്മേ ഞാന്, എനിക്കറിയാം അവന്റെ വിഷമം എത്രമാത്രം ഉണ്ടെന്ന്. ആ ഡോക്ടർ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നറിയോ. ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. വെറുതെ എല്ലാവരും കല്യാണം കഴിക്കാതെ ഇങ്ങനെ മൂത്ത് നിറച്ച് നിക്കണേന്ന് പറയണം. അമ്മ എന്തൊക്കെയാ പറയണേ? ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം? എനിക്കറിയാം നിനക്ക് ഇച്ചിരി സെന്റിമെന്റ്സ് കൂടുതലുണ്ടെന്നറിയാം. നീ കൂടുതൽ സെന്റിമെന്റ്സ് കാണിക്കാനൊന്നും പോണ്ട. പറഞ്ഞു കേട്ടല്ലോ. ഇനി കണ്ടാ പോലും മിണ്ടാനോ ചിരിക്കാനോ പോലും പോയേക്കല്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിവേക് പറഞ്ഞു, പക്ഷെ എനിക്ക് അത്ര തോന്നില്ല. ആ ഈശ്വര ഡോക്ടറെ കുറിച്ച് എനിക്ക് ഇപ്പോഴും നല്ലത് തന്നെ മനസ്സിൽ തോന്നിയെന്ന് പറയണം. നിനക്ക് അങ്ങനെ പലതും തോന്നും എന്ന് പറയണം. പിന്നെ കുറച്ച് സമയം കൂടെ ഇരുന്നിട്ടാണ് വിവേകം അങ്ങോട്ട് പോകുന്നത്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് പതിവ് പോലെ എന്ത് ചെയ്യുക, കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. കിടക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ചിപ്പിമോളെ വിളിച്ചു. അരിയിലേക്ക് വിളിക്കണം. എന്താ ഡാഡി, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. ബാ മോള് ഇങ്ങോട്ട് വരാൻ പറയണം. ആ സമയത്ത് സ്വപ്നവലി പാല് കൊണ്ടുവന്നു. മോള് പാല് കുടിക്കാനും പറഞ്ഞോണ്ട് മഹേഷ് പാല് കൊടുക്കണം. ഡാഡിയാണ് എനിക്കിത് പാല് തരുന്നേക്കും. അതെ ഡാഡിയാ മോൾക്ക് പാല് തരുന്നതെന്ന് പറയും. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചിപ്പിമോൾക്ക് ഉണ്ടായത്. കാരണം ഇതിനു മുമ്പ് ഇത്ര സ്നേഹത്തോടെ ചിപ്പിമോളോട് അവളുടെ ഡാഡി പെരുമാറിയിട്ടൊന്നുമില്ല. പിന്നീട് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ്, ബാ എന്റെ കൂടെ ഇന്ന് മോള് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയാം. ഞാൻ ഡാഡിയുടെ കൂടെ ഇറങ്ങാനോ? അപ്പൊ ഇന്നാളൊക്കെ പറഞ്ഞപ്പോ ഡാഡി എന്റെ കൂടെ കിടന്നില്ലോ, എന്നെ കൂടത്തെ കിടത്തില്ലോ എന്ന് പറയാം. ഇനി കുഴപ്പമില്ല കേട്ടോ, ഇനി എന്നും ഡാഡിയുടെ കൂടെ മോള് കിടന്നുറങ്ങണേന്ന് പറയണം. ചിപ്പിക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ചിപ്പിമോള് മഹേഷിന്റെ അടുത്ത് കിടന്നുറങ്ങുവാണ്. ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. മഹേഷിന്റെ അടുത്ത് കിടന്നുറങ്ങിയപ്പോ എന്തെന്നില്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ ചിപ്പിമോൾക്ക് ഉണ്ടായി. ഇതിനു മുമ്പ് പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ വേണമെങ്കിൽ ഡാഡി തന്നെ അകറ്റി നിർത്തുകയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഭയങ്കര സ്നേഹമാണ് തന്നോട് കാണിക്കുന്നത്. ആ സമയത്ത് മൃളാളിനി ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആകാശിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട്, അതെ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയാം. എന്താ? നാളെ വനിതാ സമാജത്തിന്റെ ഒരു കൂട്ടം ആൾക്കാര് ഒരു പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയണേ. എങ്ങോട്ടായിരിക്കും? മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ. എന്തിനാന്നറിയാവോ? കാരണം ഒരു കൊച്ചു കുട്ടിക്കെതിരെ ഇത്ര ക്രൂരമായിട്ട് പെരുമാറിയ അച്ഛനെതിരെ പ്രകടനം നടത്താനായിട്ട് അവര് ചില പദ്ധതികളൊക്കെ തീരുമാനങ്ങൾ ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാൻ അവരെ ഒന്ന് ഇളക്കി വിടാൻ പോവാന്ന് പറയാം. ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആകാശിന്. ആകാശ് പറഞ്ഞ, അത് കൊള്ളാം, പൊളിച്ചടുക്കി. അപ്പൊ നാളെ രാവിലെ ആ ഒരു രംഗം കാണാല്ലേ. ഇത് ഓർത്തു കഴിഞ്ഞപ്പത്തിനും ആകാശിന് എന്തെന്നില്ലാത്ത സന്തോഷം. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പത്തിനും രചന വന്ന് ചോദിച്ചിട്ട്, ആരാ എന്താ കാര്യം എന്ന് ചോദിക്കാണ്. പിന്നീട് മൃളാളിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും രചന പറഞ്ഞു, ഇത് പൊളിക്കും, ഉറപ്പായിട്ടും ഇത് തകർത്ത് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചിപ്പിമോളെ എനിക്ക് കിട്ടുമല്ലേന്ന് ചോദിക്കുകയാണ്. കാരണം ചിപ്പിമോളെ അയാൾ നോക്കുന്നില്ല എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കോടതി നമ്മളൊരു പരാതിയും കൂടെ കൊടുക്കുവാണെങ്കിൽ ചിപ്പിമോള് എന്റെ കയ്യിലേക്ക് വന്നു തരും. എന്തെന്നില്ലാത്ത സന്തോഷത്തോട് വിട്ടാണ്
രചന ഉറങ്ങാനായിട്ട് പോയി കിടക്കണേ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. അപ്പൊ അതുപോലെ മഹേഷ് രാവിലെ ഏറ്റു. ചിപ്പിമോളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചിപ്പിമോളെ വിളിച്ച് എഴുന്നേപ്പിക്കണം. അങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചിപ്പിമോളെ വിളിച്ചേപ്പിച്ചിട്ട് ബാ മോള് വന്ന് ബ്രഷ് ചെയ്യാനൊക്കെ പറയണം. ഞാൻ ബ്രഷ് ചെയ്തോളാം ഡാഡി എന്ന് പറയണം. ബാ ഡാഡി ബ്രഷ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നീട് ചിപ്പിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യിക്കണം. അല്ല അച്ഛമ്മ എന്തെന്ന് ചോദിക്കണേ. അച്ഛമ്മ ഇടേണ്ട ഇനി മുതലേ മോളെ ഇനി കുളിപ്പിക്കുന്ന മോളുടെ ഡാഡി ആയിരിക്കും എന്ന് പറയാ. ആണോ ഉറപ്പായിട്ടും അതെ അതെ പ്രോമിസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയാണ്. അങ്ങനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റുന്ന എല്ലാം മഹേഷ് തന്നെയായിരുന്നു. ചിപ്പിമോൾക്കോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നീട് ഓഫീസിൽ പോകാനായിട്ട് മഹേഷ് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ചിപ്പിമോളും കൂടെ ഉണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. സ്ത്രീകൾ അങ്ങോട്ട് വരുന്നുണ്ട്. വനിതാ സമാജത്തിന്റെ പ്രകടനമൊക്കെ സംഘടിപ്പിച്ചിട്ട് വലിയ ബാനറൊക്കെ പിടിച്ചിട്ട് അവരങ്ങോട്ട് വരുവാണ്. നോയിക്കഴിഞ്ഞപ്പോഴത്തേന് മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല. അവരുടെ ഈ പ്രകടനം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം സ്വപ്നവല്ലി അന്തം വിട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം മഹേഷിനെതിരെയാണെന്ന് മനസ്സിലായി. ഇത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് സ്വപ്നവല്ലി മോനെ ഇത് കണ്ടോ അവര് വരുന്ന കണ്ടോ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ്. എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യാം അമ്മ അകത്തേക്ക് കയറി പൊക്കോളം പറയണം. മോനെ നീയ പേടിക്കേണ്ട അകത്തേക്ക് കയറി പൊക്കോളം പറയണം. അങ്ങനെ അവരെ അകത്തേക്ക് കയറി വരുന്ന കണ്ടപ്പോഴത്തേന് സെക്യൂരിറ്റിക്കാരൻ അവരെ തടഞ്ഞു. അകത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് തടയുവാണ്. ആ സമയത്ത് അവരുമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് മഹേഷിന് എന്ത് ചെയ്യാൻ നടത്തില്ല. പെട്ടെന്ന് മഹേഷ് ചിപ്പിമോളോട് പറഞ്ഞു ബാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അകത്തേക്ക് പോയിട്ട് ചിപ്പിമോളോട് പറഞ്ഞു മോൾ ഇവിടെ നിൽക്കുക ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വരണ്ടെന്ന് പറയണേ. ഇതേടെ ചിപ്പിമോളോട് പറഞ്ഞു ഡാഡി എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുക. ഡാഡി ഇപ്പൊ വരാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്താണ് ഇഷിത ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ജോലിക്ക് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ ഇഷിത കണ്ടു ഈ പ്രകടനം കാര്യങ്ങളും എല്ലാം. പെട്ടെന്ന് നല്ല ദേഷ്യം വന്നു മഹേഷിന്. മഹേഷ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഈ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടല്ലോ നീ ഒറ്റ എടുത്ത് കാണണം എങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായേക്കുന്നേ. ദേ ഇതുമൂലം എന്റെ ചിപ്പിമോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചിപ്പിമോൾ എന്റെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും അറിയാലോ. നിന്നെ ഞാൻ തീർത്ത് കളയെന്ന് പറയണ. കൊല്ലേണ്ട വരുവാണെങ്കിൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണ. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ എന്റെ ചിപ്പിമോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇഷിത ഡോക്ടർ ആകെപ്പാടെ ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഇഷിത ഡോക്ടർ തിരിച്ചറിയണം ഇതെല്ലാം രചനയുടെ മഹേഷിന്റെയും കളികളാണ്. അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇനിയിപ്പോ ചിപ്പിക്കാണെങ്കിലും മഹേഷിനാണെങ്കിലും രക്ഷപ്പെടലുള്ളൂ. അധികം വൈകാതെ തന്നെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.